ഹലോ ഗൈസ്, നമ്മക്കാണെങ്കിൽ ഇന്ന് മുത്തിന് നല്ലൊരു പണി കൊടുക്കാം. മുത്ത് അവിടുന്ന് തേങ്ങ തരും, നമുക്കൊരു പണി കൊടുത്താലോ? മുത്തേ, അത് ഇങ്ങോട്ടൊന്ന് വന്നേ, തേങ്ങ എടുത്തോണ്ട്. നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് തരുമ്പോ നീ തേങ്ങ തിരുമ്പത് എല്ലാരും കണ്ടു. നീ ഇങ്ങോട്ട് വന്നിരുന്ന് തിരുമ്പ, നമുക്കൊരു വീഡിയോ കൂടെ എടുക്കാലോ. നീ വാ, എടുത്തോണ്ട് വാ, ചെല്ല്. 2 മുറി, ഒരു തേങ്ങയുടെ 2 മുറി ഇല്ലേ? ആ 2 മുറി. ഗൈസ്, അങ്ങനെ മുത്താണെങ്കിൽ തേങ്ങായും എടുത്തിട്ട് ഒരു മുറി തിരുമ്മി. കാരണം അപ്പൊ തന്നെ ഇവിടെ രണ്ട് മുറിയും കൂടി ഇനി ഉണ്ട്. ടോട്ടൽ ഇനി 3 മുറി തേങ്ങ തിരുമാനുണ്ട്. എന്താ അത് ഇത് പിടി, തേങ്ങ പിടിന്നാ. ഇവിടത്തെ ചെരവ കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടത്തെ ചെരവ ഇങ്ങനത്തെയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങിക്കോന്നാ, തുടങ്ങാൻ വരട്ടെ. റെഡിയായോ? അപ്പൊ നമുക്ക് മുത്തിനുള്ള പണി കൊടുത്താലോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഇത് ഭയങ്കര പാടാണ് ഗൈസ്. അവിടെ നിക്ക് തിരുമാൻ വരട്ടെ. നിക്ക്, മുത്തിനുള്ള പണി കൊടുക്കണ്ടേ ഗൈസ്? എന്താന്ന് വെച്ചാൽ നമുക്ക് മുത്തിന്റെ കണ്ണ് കെട്ടിവെക്കാം. ബ്ലൈൻഡ് ഫോൾഡഡ് ചലഞ്ച്. നമുക്കിന്ന് ബ്ലൈൻഡ് ഫോൾഡഡ് ചലഞ്ച് ചെയ്യാം ഗൈസ്. മുത്തിന്റെ കണ്ണ് കെട്ടിയിട്ട് മുത്തിനെ കൊണ്ട് ഈ 2 മുറി തേങ്ങ തിരുമ്മി മതി. 2 മുറി തേങ്ങ മുത്ത് തിരുമ്മി. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ മുത്തിന്റെ കണ്ണ് കെട്ടിക്കൊടുക്കാം. വെയിറ്റ് ഗൈസ്. അങ്ങനെ മുത്ത് റെഡി ആയിട്ട് ചുമ്മാതാണ് ഗൈസ്. നമുക്ക് അവിടെ കണ്ണ് കെട്ടാം. ഞാൻ തോർത്തെടുത്തിട്ടുണ്ട്. കാണാവോ? കണ്ണ് കെട്ടാനോ മൂക്ക് കെട്ടാനോ? ഇപ്പൊ ശരിയായോ? എനിക്ക് ചെറുതായിട്ട് കാണാം. ഞാൻ സത്യസന്ധനായ കളഞ്ഞ ഒന്ന് ചുമ്മാതാ ഗൈസ്. നിരത്ര 3. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. മൊത്തത്തിൽ ഒന്ന് ചുമന്നിരിക്കും. അപ്പൊ ഇനി തേങ്ങ തിരുപ്പിക്കാം. ഞാൻ തേങ്ങ എടുത്ത് കൈ കൊടുക്കാം ഗൈസ്. ഫസ്റ്റ് പിടി, കൺപീടി കണ്ണിനകത്ത് പിടിക്ക്, തേങ്ങ പിടിക്ക്. മുത്തിന് ടോട്ടൽ 2 മുറി തേങ്ങ തിരുമ്മിയാ മതി ഗൈസ്. 2 മുറിയോ? ടോട്ടൽ 3 ഉണ്ട്. അതിനകത്ത് ഓൾറെഡി 1 മുത്ത് തിരുമ്മി കഴിഞ്ഞ ദിവസം 10 ബാൻഡേജ് മേടിച്ചു. 10 എണ്ണം കയ്യിൽ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ. ഇതിങ്ങനെ തിരുമാൻ പറ്റത്തില്ല. കൈ മുറിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലേ? കേട്ടല്ലോ? എടാ മിടുക്കാ, നീ കണ്ണടച്ച് വെച്ചിട്ട് ചെയ്യുന്ന എങ്ങനെ? നിനക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണടച്ചോണ്ടേ ഇത് ഇങ്ങോട്ടോ നീങ്ങി പോകുന്ന പോലെ തോന്നുന്നു. താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുത്ത് പുതിയ തേങ്ങ വാങ്ങിച്ചോണ്ട് വരണം. ഒരു തേങ്ങ 50 രൂപ. ഞാൻ സ്പീഡിലാണ് ഇപ്പൊ മാല ഒരുങ്ങി പോകുന്നതിന്. പെതുക്കെ തിരുമ്മ, നല്ലതായിട്ട് വരണം. നല്ല സൂപ്പറായിട്ട് തേങ്ങ തിരുമ്മണം. എന്താ ഒന്നും പറയാത്തേ? കൈ മുറിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലേ? സൂപ്പറായിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. മുത്തിന് പറ്റുന്നുണ്ട് കേട്ടോ. കണ്ണടച്ചു വെച്ചേക്കുവാണ്. എന്നാലും മുത്തിന് കണ്ടോ കാണത്തൊന്നുമില്ല. കാണാവടാ കള്ള. ഏത് സമയത്താണോ ഞാൻ ചോദിച്ചത് ഈ 2 തേങ്ങ തിരുമ്മിട്ട്? എനിക്ക് അപ്പോഴാണ് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചേ. എന്നാൽ എല്ലാരും ചലഞ്ചിങ് വീഡിയോ പറയുമല്ലേ, അപ്പൊ മുത്തിനെ കൊണ്ട് ഇതങ്ങ് ചലഞ്ച് ആക്കി എടുത്താലോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ പോകാറാകുമ്പോൾ വന്നിട്ട് തേങ്ങ തിരുവാൻ പറയും. ഞാൻ ഇവിടെ എന്താ പിന്നെ ഇത് 2 ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാറ്. അതിപ്പോ എനിക്ക് കുഴി വരിക. കയ്യേലൊക്കെ ഒരേന്നു. ഇതിപ്പോ ഒരു സൈഡ് മാത്രമാണല്ലോ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുഭാഗം ഒക്കെ തിരുമണം. നീ ഒന്ന് കണ്ണ് തുറന്നു വിട്ട് നോക്ക്. ഞാൻ ഒരു 5 മിനിറ്റുള്ളിൽ തേങ്ങ തിരുമ്പി. അപ്പൊ മുത്ത് ഇത്രയും വലിയ പണി വിചാരിച്ചില്ല ഗൈസ്.
എവിടെ പോവാ? ഇത് അല്ലാതിരിക്കാൻ പറ്റുന്നു. എന്തുവാടാ കാണിക്കുന്നത്? ഇവിടത്തെ തേങ്ങ ആണെങ്കിൽ ഇവിടത്തെ ഇത് നീങ്ങി നീങ്ങി പോകുന്നു പാത്രം. തേങ്ങ താഴെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തിരി ഞാൻ ശരിയാക്കും. ആ താഴെ പോവാണെങ്കിൽ ഞാൻ പറയാം. അയ്യോ ഇതിന് സമയം കൂടെ വെക്കേണ്ടതായിരുന്നു. ഇത്ര സമയത്തിനുള്ളിൽ വെക്കണമായിരുന്നോ? വെളിയിൽ പോന്നു പാത്രം വെളിയിൽ പോന്നു. നീ നടുഭാഗം ഒന്നും തിരുമ്പുന്നില്ലേ? എടാ നീ എന്തിനാടാ കുനിഞ്ഞു നോക്കുന്നത്? എന്തായാലും നിനക്ക് കണ്ണ് കാണത്തില്ലല്ലോ. അപ്പൊ നീ നേരെ താഴോട്ട് മാറി മാറി പോന്നു. മുത്തു വെളിയിലോട്ട് പോവുമേ. ഇപ്പൊ പാത്രം നീങ്ങി നീങ്ങി പോന്നു. വെളിയിലാ പകുതി പോന്നേ. പാത്രം ഇച്ചിരി റൈറ്റ് സൈഡിലോട്ട് നീക്ക്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് നീക്ക്. ആ എന്തൊക്കെയാണോ ദൈവമേ ഇവിടെ നടക്കുന്നത്. ഒരെണ്ണം മതിയോ ഗൈസ്? എന്നാ ഒരെണ്ണം. ഞാൻ മുത്തിന്റെ അഭ്യർത്ഥന മാനിച്ചിരിക്കുന്നു. കാണിച്ചേ അതിന്റെ ആഘോഷം കാണിച്ചേ. ആ മതി അത്ര അതിൻ്റെ അകത്ത്. ആ അതിന്റെ ഒരു സൈഡ് ആ സൈഡിൽ ഇച്ചിരിയേ ഉള്ളൂ. ആ നീ എങ്ങനെ തരുമ്പോ ഞാൻ പറഞ്ഞു തരുവാണോ? മതി അതിന്റെ അഴുക്കെല്ലാം കൂടെ വീരുന്നു. മതി അത്ര മതി. ആ ഗൈസ് അങ്ങനെ ഒരെണ്ണം മുത്ത് ചെയ്തിരിക്കുകയാണ്. ആക്കിയിരിക്കുന്നു. എന്താ രണ്ടാമത്തെ തിരുമ്പ പോണോ? ഓ ആവേശം മൂത്തു ഗൈസ്, ആവേശം മൂത്തു. എന്നാ ഞാൻ ഒരെണ്ണം കൊണ്ട് നിർത്തിപ്പിക്കാന്ന് വിചാരിച്ച. പക്ഷെ തേങ്ങ പാത്രത്തിൽ നിറഞ്ഞു. ഇനി അത് വെളിയിൽ പോവായിരിക്കും വേണമെങ്കിൽ. അതാ മറ്റേ പാത്രത്തിലോട്ട് ആക്കിയിട്ട് ബാക്കി ചെയ്. നീ കണ്ണടച്ച് വാരിയിടാൻ പറ്റുമെങ്കിൽ. അത് ചിരട്ട. തറയിലൊന്നും മുട്ടിക്കല്ലേ കൈ. മതിയോ ഗൈസ്? നിർത്തട്ടെ. എന്നാ ഗൈസ് മുത്ത് വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ഓർത്ത് മുത്തിന് കണ്ണടച്ച് തേങ്ങ, പ്രത്യേകിച്ച് തേങ്ങ ചിരവെ കൊണ്ട് കൈ മുറിയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മുത്ത് ശരിക്കും അത് ചെയ്തു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു മുത്തു? നീ തിരുമ്മിയത് ഇത് നല്ല വൃത്തിയായിട്ടല്ലോ. ഇതിനേക്കാൾ വൃത്തിയുണ്ടെന്ന് ഇത് ചിരട്ട ഫുള്ള് പോയിനകത്ത്. നീ എന്തോ നോക്കിയിരിക്കുവായിരുന്നു? ചിരട്ട പോയിട്ടൊന്നുമില്ല. അപ്പൊ ഗൈസ് എങ്ങനെയായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് പറയൂ. അപ്പൊ ഗൈസ് ഇങ്ങനത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ച് മുത്തിനെയും കൊണ്ട് ഇനിയും ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ചലഞ്ച് ഇനി മുത്തിനെയും കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. മുത്ത് നല്ല അതിസാഹസികമായിട്ടെല്ലാം ചെയ്യുന്നതായിരിക്കും ഗൈസ്. മുത്ത് അതിസാഹസികമായിട്ട് തേങ്ങ കണ്ണടച്ച് ചെയ്തിരിക്കുകയാണ്, തിരുമിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ചലഞ്ച്, സാഹസികമായിട്ടുള്ള ചലഞ്ച് മുത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ തേങ്ങ തിരുമാൻ എനിക്ക് പറ്റില്ല. കണ്ണു തുറന്ന് തന്നെ എനിക്ക് തേങ്ങ തിരുമാൻ പേടിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ച് ഇനിയും മുത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്.
മുത്ത് ചെയ്യുന്നതായിരിക്കും. ഓപ്പി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.